നിങ്ങൾ കഴിഞ്ഞ 13 ദിവസക്കാലം പാർലമെന്റ് സമ്മേളിച്ചിട്ടും അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ലോക്സഭയിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. എന്താണ് അദ്ദേഹം ഭീരുവായി മാറുന്നത്? അദ്ദേഹം പറയണ്ടേ? രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പറഞ്ഞത്? AK-47 ഉപയോഗിക്കാൻ പറഞ്ഞത് ആരാണ്? ഈ സഭയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് വെടിയുണ്ട തീർത്ത അക്രമകാരികൾ ആരാണെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി സഭയിലെത്തണം. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമത്തിന് ഉത്തരവിട്ടത് ആരാണ് എന്ന് പറയാതെ പ്രതിപക്ഷം സംതൃപ്തരല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്, നാടൊട്ടാകെ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ 13 ദിവസക്കാലം പാർലമെന്റ് സമ്മേളിച്ചിട്ടും അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ലോക്സഭയിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. എന്താണ് അദ്ദേഹം ഭീരുവായി മാറുന്നത്? അദ്ദേഹം പറയണ്ടേ? രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പറഞ്ഞത്? AK-47 ഉപയോഗിക്കാൻ പറഞ്ഞത് ആരാണ്? ഈ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമില്ല. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഒളിഞ്ഞു വന്ന് പാർലമെന്റ് അദ്ദേഹത്തിന്റെ മുറിയിലിരിക്കുകയാണ്. ലോക്സഭയിൽ വരില്ല, രാജ്യസഭയിൽ വരില്ല. രാജ്യസഭാ ചെയർമാന് വരെ പറയേണ്ടി വന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന്. അപ്പോൾ ആ ബില്ലിൽ ഏത് ബില്ലായാലും അമിത്ഷാ സഭയിൽ വന്ന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകുന്നതുവരെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ അത് വ്യക്തമായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കിരൺ റിജിജുവിനെ വിളിച്ചിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിടുമ്പോൾ സർവകക്ഷി യോഗം വിളിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിന് സാധാരണ ചെയ്യുന്ന അതാണ്, സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങളുമാണ്. അതല്ലാതെ ഡീലിമിറ്റേഷൻ ബില്ല് അവരിപ്പോൾ ചെയ്തിരിക്കുന്ന തിങ്കളാഴ്ച നാളെ വൈകുന്നേരത്തെ ലിസ്റ്റ് ഓഫ് ബിസിനസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നുമില്ല. അപ്പോൾ ഏതും വരാം. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഡീലിമിറ്റേഷൻ ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്, FCRA ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചുളുവിലൂടെ അപ്പം ചുടുന്നത് പോലെ പാസ്സാക്കേണ്ടതല്ല ഇത്രയും നിർണായകമായ രാജ്യത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചർച്ച ഉണ്ടാകണമെങ്കിൽ അമിത്ഷാ ആദ്യം പാർലമെന്റിൽ വന്നിട്ട് വിശദീകരണം നൽകട്ടെ.